മുനമ്പം നീറിപ്പുകയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായി എന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടത്. കേരളത്തിലെ BJP നേതാക്കളും അത് ഏറ്റുപിടിച്ചു. എന്നാൽ മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിന് ആകില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ആ പ്രദേശം ഉൾപ്പെടുന്ന കോട്ടപ്പുറം രൂപത. കോടതി വിധി വരികയും റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാനാകൂ. മാത്രവുമല്ല, അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം ഒട്ടും പോസിറ്റീവായല്ല കാണുന്നത്. നിയമത്തിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടോ എന്ന് വിശദമായി പഠിച്ചാലേ പറയാനാകൂ. വഖഫ് ബില്ലിനെ തള്ളുക മാത്രമല്ല, സംസ്ഥാന സർക്കാരിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുമുണ്ട് ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ. സംസ്ഥാന സർക്കാരും CPM-ഉം മുനമ്പം വിഷയം നീട്ടി വഷളാക്കിയെന്ന അഭിപ്രായവുമില്ല. സർക്കാരിന് പരിഹരിക്കാനാകുന്ന വിഷയം തന്നെയാണ്. അതിനു വേണ്ട നിയമ നടപടികൾ ഉറപ്പാക്കണം. സമരസമിതിയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വഖഫ് വകുപ്പ് മന്ത്രി ഒഴിവാക്കണമെന്നും ബിഷപ്പ് ആംബ്രോസ് ന്യൂസ് 18 Q18-ൽ പറഞ്ഞു. ബിഷപ്പിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് എന്താണ്? വഖഫ് ഭേദഗതിയിൽ മുനമ്പം ജനതയ്ക്ക് വിശ്വാസമില്ലേ? BJP-യുടെ അവകാശവാദങ്ങൾ തള്ളുകയാണോ? വിഷയപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ തുടർ നീക്കം എന്താകും? വഖഫ് മന്ത്രിയെ സർക്കാർ തിരുത്തുമോ?